എന്നിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടന്ന് പറഞ്ഞു ആയിഷ ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയായിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയെങ്കിലോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടഞ്ഞു പോയെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥയെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? നമ്മുടെ മരണരംഗമെന്തേ ആലോചിക്കാത്തത്? നമ്മളും മരിക്കേണ്ടവരാണല്ലോ. റസൂലുള്ളാഹിന്റെ വഫാത്ത് ഇങ്ങനെയായിരുന്നെങ്കിൽ അല്ലാഹുവേ, പാപങ്ങൾ ചെയ്യുന്ന, കണ്ണുകൊണ്ട് നോക്കുന്നത് പാപമാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമാണ്, നാവ് കൊണ്ട് പറയുന്നത് പാപമാണ്, കൈ കൊണ്ട് പിടിക്കുന്നത് പാപമാണ്, കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഓരോ ദിവസവും കോടാരി കോടി പാപം ചെയ്യുന്ന നമ്മുടെ മരണമല്ലാ ഇങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിന്റെ നേതാവ് തന്റെ ഭാര്യയോട് പറയുന്നു മരണത്തിന് വല്ലാത്ത വേദനയാ, തയ്യാറെടുക്കടേ വാപ്പാ, തയ്യാറെടുക്കടേ ചെറുപ്പക്കാരാ, തയ്യാറെടുക്കടേ പെങ്ങള്. അവസാനം അവിടെ നിന്ന് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ ആയിഷ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ ചാരിക്കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൂടപ്പുറപ്പ് കടന്നു വരുന്നത്. കയ്യിലൊരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. പ്രവാചകൻ ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി, ആ മിസ്വാക്കിലേക്ക് നോക്കി. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചപ്പോ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ കൈ അനങ്ങുന്നില്ല. സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വായ്ക്കകത്തേക്ക് അതെടുത്ത് വെച്ചിട്ട് പല്ലുകൊണ്ട് കടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. അവസാനം ആ റൂഹ് ഇങ്ങനെ തന്റെ അരകടിന് മുകളിലേക്ക് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തുമകന് മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ വളർത്തുമകനാ, തന്റെ പൊന്നാര വളർത്തുമകനെ കാണുമ്പോ പ്രവാചകന് കൈ ഇങ്ങനെ അനക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു, മോനെ ഉസാമ, വാപ്പയ്ക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോരേ. അല്ലാഹു എന്റെ മരണമൊന്ന് എളുപ്പമാക്കി തരാൻ, അല്ലാഹു എന്റെ മരണമൊന്ന് എളുപ്പമാക്കി തരാൻ ഒന്ന് ദുആ ചെയ്യണേ എന്ന് ആംഗ്യം കാണിച്ചു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വാക്ക് പറയാൻ എനിക്കൊണ്ട് കഴിയില്ല, വാക്ക് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് നിർത്തുകയാണ്. ഈ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിൽ ഒരുമിച്ച് കൂടിയവരെ ഒന്നേ പറയാറുള്ളൂ, ഒന്നേ പറയാറുള്ളൂ. എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല, ഏത് കോലത്തിലാ വരുന്നതെന്നറിയില്ല. മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കാൻ പേടിയാ. മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തി മൃഗങ്ങൾ വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ച് കണ്ണ് തള്ളിയിട്ട് വായിലും വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് അല്ലാഹുവേ, ഞങ്ങളുടെ മരണം നീ എളുപ്പമാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ മരണവേദന കുറച്ച് തരണേ അല്ലാ. അതുകൊണ്ട് ഒരുങ്ങിക്കോ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ മുഴുവനും ചെയ്തിട്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. 10 സ്വലാത്ത് പറഞ്ഞിട്ട് പുണ്യനബിയുടെ പേരിൽ 10 സ്വലാത്ത് പറയുമ്പോ അത് ലക്ഷക്കണക്കിന് സ്വലാത്താകുമല്ലാ. ലക്ഷക്കണക്കിന് 50 ലക്ഷത്തിൽ പരമ സ്വലാത്ത് ഇന്ന് ഹദിയ ചെയ്യുകയാ. 100-ൽ പരമ ഖത്തം ഹദിയ ചെയ്യുകയാ. പടച്ചവനെ, നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യാൻ പോകുകയാണ്. റബ്ബേ, ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ, ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു